പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന അതാണ്. നിങ്ങളുടെ ഓരോ ദിവസവും അനുഗ്രഹപ്രദമായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം പഠിച്ച വചനങ്ങളാണ് ഇന്ന് നാം ആവർത്തിക്കുന്നത്. സന്തോഷത്തോടു കൂടിയായിരിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. 8 മുതൽ 13 വരെ പഠിച്ച വചനങ്ങൾ ഇന്ന് ആവർത്തിക്കുകയാണ്. നമുക്ക് സമയം കളയുന്നില്ല. ആ വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പഠിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാം. 8 പഠിച്ച വചനം ഹെബ്രായ ലേഖനം 12 15 വചനമായിരുന്നു. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഇതായിരുന്നു നാം 8 പഠിച്ച വചനം. ഇനി 9 പഠിച്ച വചനം ബുക്ക് ഓഫ് പ്രോവർബ്സ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 16 വചനമായിരുന്നു. സുഭാഷിതങ്ങൾ 16 വചനം. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. എത്ര സുന്ദരമായ വചനമാണ്. ഒരുവന്റെ വഴികൾ, എൻ്റെയും നിങ്ങളുടെയും വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അപ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു. ഇനി 10 പഠിച്ച വചനം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5 44 വചനമായിരുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5 44 വചനമാണ്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ഇതായിരുന്നു നാം 10 പഠിച്ച വചനം. ഇനി 11 പഠിച്ച വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തിയോസുകാർക്ക് എഴുതിയ 1 ലേഖനം അതിൻ്റെ 6 12 വചനമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ, first letter of Saint Paul to the Corinthians, chapter 6 verse 12. അതിങ്ങനെയാണ് പറയുന്നത്: എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതായിരുന്നു നാം 11 പഠിച്ച വചനം. ഇനി 12 പഠിച്ച വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5 അതിൻ്റെ 5 വചനമാണ്. ഈ ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. റോമാലേഖനം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5 വചനം. The letter of Saint Paul to the Romans, chapter 5 verse 5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇനി 13 പഠിച്ച വചനം, ഇന്നലെ പഠിച്ച വചനം ജോബിൻ്റെ പുസ്തകം അതിൻ്റെ 8 20 വചനമാണ്. ദ ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 8 verse 20. അതിങ്ങനെയാണ് പറയുന്നത്: നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. നിഷ്കളങ്കരായിരിക്കുവാൻ പ്രാർത്ഥിക്കാം. നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവനെ ദൈവം കൈപിടിച്ച് നടത്തുകയുമില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, നിഷ്കളങ്കനായിരിക്കുവാൻ, നമുക്ക് നല്ല ജീവിതം നയിക്കാൻ ദൈവവചനത്തിലൂടെ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായി മാറുന്ന വചനങ്ങൾ അഭിഷേകമായി തീരട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എനിക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.